ധനസ്ഥിതി താരതമ്യത്തിലെ നീതി ആയോഗ് റാങ്കിങ്ങിൽ പിന്നിലായി കേരളം. 18 പ്രധാന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15. ഗുണപരമല്ലാത്ത ചെലവുകൾക്കൊപ്പം സംസ്ഥാനത്തിന്റെ കൂടുതൽ ബാധ്യതയും. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് പുറത്തിറക്കിയ 2025 ധനാരോഗ്യ സൂചിക റിപ്പോർട്ടിലാണ് കേരളം വളരെ പിന്നിലായത്. 2022-23 സാമ്പത്തിക വർഷത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ധനസ്ഥിതി താരതമ്യം. 2014-15 മുതലുള്ള 16ാം റാങ്കിൽ നിന്നും ഒരു സ്ഥാനം മുന്നിലായെന്നത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. സംസ്ഥാനങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളം. കേരളത്തിനൊപ്പം ഹരിയാന, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവയും ആസ്പിറേഷണൽ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചെലവിന്റെ ഗുണനിലവാരം, വരുമാന സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിന്റെ സൂചിക, കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ 5 ഘടകങ്ങളാണ് വിലയിരുത്തിയത്. ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ ലഭിച്ചത്. വരുമാനത്തിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും സ്ഥിരം ചെലവുകൾ കൂടുതലെന്നതാണ് തിരിച്ചടി. ചെലവിന്റെ 63.9% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാകുന്നു. 8.8% മാത്രമാണ് വികസന ചെലവ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കുടുംബക്ഷേമത്തിനും ചെലവിടുന്നതിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണ് കേരളം. ജനം, തിരുവനന്തപുരം.